അടുത്തത് നമുക്ക് ഏഴാമത്തെ പ്രോബ്ലം നോക്കാം. എ പേഴ്സൺ ഇൻവെസ്റ്റഡ് 1,00,000 rupees in 2 schemes at 7% and 6%. Total interest after 1 year is 6,750 rupees. Find the investments. അതായത് ഒരു വ്യക്തി 1,00,000 രൂപ 2 സ്കീമിൽ നിക്ഷേപിച്ചു. ഇൻട്രസ്റ്റ് റേറ്റ് 7%ഉം 6%ഉം ആണ്. ഒരു വർഷത്തിന് ശേഷം 6,750 രൂപ ഇൻട്രസ്റ്റ് ലഭിച്ചു. എത്ര തുക ഓരോ സ്കീമിലും നിക്ഷേപിച്ചു? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? 1,00,000 രൂപ ഉണ്ടായിരുന്ന ഒരാളുടെ കയ്യിൽ അയാള് ഈ 1,00,000 രൂപ കൊണ്ടുപോയിട്ട് 2 സ്കീമിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. അതിലൊരു സ്കീം എന്ന് പറഞ്ഞാൽ 7% ഇൻട്രസ്റ്റ് ആണ്, വേറൊരു സ്കീമിൽ 6% ഇൻട്രസ്റ്റ് ആണ്. ഈ 1,00,000 രൂപയാണ് ഇതിൽ രണ്ടിലും കൊണ്ടുപോയി നിക്ഷേപിച്ചേക്കുന്നത്. എത്ര രൂപയെന്ന് അറിഞ്ഞൂടാ നിക്ഷേപിച്ചത്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിൽ രണ്ടിലും കൂടി എത്ര രൂപ പലിശ അയാൾക്ക് കിട്ടി, ഇൻട്രസ്റ്റ് അയാൾക്ക് കിട്ടി? 6,750 രൂപ ഇൻട്രസ്റ്റ് അയാൾക്ക് ഇതിൽ രണ്ടിലും കൂടി കിട്ടി. ഈ 2 സ്കീമിലും കൂടി കിട്ടി. അങ്ങനെയാണെങ്കിൽ 7% സ്കീമിൽ നിക്ഷേപിച്ച് എത്ര രൂപ അയാൾ നിക്ഷേപിച്ചു? 6% സ്കീമിൽ അയാൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ 7% സ്കീമിൽ നിക്ഷേപിച്ച തുക നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. 7% സ്കീമിൽ ഇത്രയും രൂപ അയാൾ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ 6% സ്കീമിലാണെങ്കിലോ, അതായത് ഈ 1,00,000 നിന്ന് ഈ എക്സ് മൈനസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര രൂപയാണോ അത്രയുമാണ് 6% സ്കീമിൽ, അല്ലെ? 7% സ്കീമിൽ എക്സ്, ബാക്കിയെല്ലാം 6, അതായത് 1,00,000 രൂപ മൈനസ് എക്സ് ആണ്. ഇത്രയും തുകയാണ്, ഇത്രയും രൂപയാണ് 6% സ്കീമിൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്തത്. ഇനി അടുത്തത് നമുക്കറിയാം, ഈ തുകയുടെ എക്സിന്റെ 7% ഓഫ് എക്സ് പ്ലസ് ഈ തുകയുടെ 6%. പ്ലസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 6,750, അല്ലേ? 6,750 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രസ്റ്റ് ആണ്. എക്സിന്റെ 7%ഉം ഈ 6% സ്കീമിൽ നിക്ഷേപിച്ച തുകയുടെ 6%ഉം തമ്മിൽ പ്ലസ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് കിട്ടും. മനസ്സിലായല്ലോ? ഇനി നമുക്കിത് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. 7% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 7/100 ആണ്, അല്ലേ? എക്സ് പ്ലസ് 1,00,000 മൈനസ് എക്സ് ബൈ 6% എന്ന് പറഞ്ഞാൽ 6/100 ആണ്. ഇത് ഇൻറ്റു ആയത് കാരണം നമുക്ക് ഈ 100 എല്ലാത്തിനും കൂടി കൊടുക്കാം. ഈക്വൽ ടു എത്രയാണ്? 6,750 ആണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആയത് കാരണം നമുക്ക് ഇത് രണ്ടും ഒന്നിച്ചെഴുതാം. 7x പ്ലസ് 1,00,000 മൈനസ് എക്സ് ഇൻറ്റു 6/100 ഈക്വൽ ടു 6,750 എന്ന് കിട്ടും.
അടുത്തത് നമുക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പം എന്ത് വരും? 7x പ്ലസ് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ 6 എന്ന് പറയുന്നത് ഈ 1 ലാക്കിനും എക്സിനും കൂടിയുള്ളതാണ്. അപ്പോൾ 6 ഇൻറ്റു ലാക്ക് എന്ന് പറഞ്ഞാൽ 6 ലാക്ക്. ഈ മൈനസ് 6 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 6x ബൈ അടിയിൽ 100 ഈക്വൽ ടു 6750. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡിവൈഡഡ് ബൈ 100നെ ഈക്വൽ ടു അപ്പുറം കൊണ്ടുപോവാം. അപ്പം എന്ത് വരും? 7x പ്ലസ് 6 ലാക്ക് മൈനസ് 6x ഈക്വൽ ടു 6750 ഇൻറ്റു 100 എന്ന് വരും. ഇനി 7x മൈനസ് 6x ചെയ്യാലോ. 7x മൈനസ് 6x എന്ന് പറഞ്ഞാൽ 1x, അതായത് എക്സ് പ്ലസ് 6 ലാക്ക് ഈക്വൽ ടു ഇത് രണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 6750 ഇൻറ്റു 100 രണ്ട് 0. ഇനി ഈ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാം? പ്ലസ് 6 ലാക്കിനെ അപ്പുറം കൊണ്ടുപോവാം, മൈനസ് 6 ലാക്ക് ആവും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ഓക്കെ. ഇനി നമുക്കിത് രണ്ടും മൈനസ് ചെയ്യാം. 6,75,000 മൈനസ് 6 ലാക്ക് എത്ര കിട്ടും? 6,75,000 നിന്ന് 6 ലക്ഷം മൈനസ് ചെയ്താൽ ബാക്കി 75,000 അല്ലേ? അപ്പോൾ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 75,000 ആണ്. എക്സ് നമ്മൾ ഏതായിട്ടാണ് എടുത്തത്? 7% സ്കീമിലാണ് നമ്മൾ എന്ത് ചെയ്തത്? സ്കീമിൽ നിക്ഷേപിച്ച തുകയാണ് എന്ത്? എക്സ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ 7% സ്കീമിൽ എത്ര രൂപ നിക്ഷേപിച്ചു? 75,000 റുപ്പീസ്. അങ്ങനെയാണെങ്കിൽ 6% സ്കീമിൽ എത്രയായിരിക്കും? ബാക്കിയുള്ള തുക മൊത്തം 1 ലക്ഷമാണ്. അതിൽ 75,000 എന്ത് ചെയ്ത് 7% സ്കീമിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? 25,000 രൂപ. 1 ലാക്ക് മൈനസ് 75,000 ഈക്വൽ ടു എത്രയാണ്? 25,000. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. An object moves with a speed u meter per second and increases speed by a meter per second every second. At 1 second, speed is 5 meter per second, and at 5 seconds, speed is 13 meter per second. Find u and a. അതായത് ഒരു വസ്തുവിൻ്റെ ഇനിഷ്യൽ സ്പീഡ്, തുടക്കത്തിലുള്ള വേഗത, ഒരു വസ്തു മൂവ് ചെയ്യുമ്പോൾ തുടക്കത്തിലുള്ള വേഗത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് പറഞ്ഞേക്കണത്? യു ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇനിഷ്യൽ സ്പീഡ് യു. ഓരോ സെക്കൻഡിലും എ മീറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ട് എന്ത് ചെയ്യും? വേഗത കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു സെക്കൻഡിൽ സ്പീഡ് എത്രയാണ്? ഒരു സെക്കൻഡിൽ എത്ര സ്പീഡാണ്? എത്രയായി? 5 മീറ്റർ പെർ സെക്കൻഡായി. എ മീറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ട് ഓരോ സെക്കൻഡിലും കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ഒന്നാമത്തെ സെക്കൻഡ് ആയപ്പോൾ സ്പീഡ് എത്രയായി? 5 ആയി. അതേസമയം 5 സെക്കൻഡ് ആയപ്പോൾ എന്തായി? സ്പീഡ് 13 മീറ്റർ പെർ സെക്കൻഡായി. അങ്ങനെയാണെങ്കിൽ യു എന്താണ്, എ എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ആദ്യം
തുടങ്ങിയപ്പോൾ എത്ര സ്പീഡ് ഉണ്ടായിരുന്നു, അതിനുശേഷം അത് ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ് കൂടുന്നത് എന്നും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. അത് ഒരു കാറ് സ്റ്റാർട്ട് ചെയ്യണത് 3 മീറ്റർ പെർ സെക്കൻഡിലാന്ന് വിചാരിച്ചു. ഒരു എക്സാമ്പിളാണ് ഇതിനെപ്പറ്റി. അതിൽ ഈ സ്റ്റാർട്ട് ചെയ്യണ കാറ് ഓരോ സെക്കൻഡ് കഴിയും തോറും ഓരോരോ സെക്കൻഡ് കഴിയും തോറും 2 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ് കൂടും. അങ്ങനെയാണെങ്കിൽ 5 സെക്കൻഡിൽ, 5ാമത്തെ സെക്കൻഡിൽ കാറിൻ്റെ വേഗത എത്രയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് എത്രയാണ്? 3 മീറ്റർ പെർ സെക്കൻഡാണ്. അതിനുശേഷം 1ാമത്തെ സെക്കൻഡിൽ എത്രയായി? 2 മീറ്റർ പെർ സെക്കൻഡ് വെച്ച് കൂടും. അപ്പം 5ആയി, 5 മീറ്റർ പെർ സെക്കൻഡായി സ്പീഡ്. 2ാമത്തെ സെക്കൻഡിൽ 5 2 കൂടിയപ്പോൾ 7ആയി, 7 മീറ്റർ പെർ സെക്കൻഡായി. 3ാമത്തെ സെക്കൻഡിൽ എത്രയായി? 9ആയി. 4ാമത്തെ സെക്കൻഡിൽ എത്രയായി? 11ആയി. 5ാമത്തെ സെക്കൻഡിൽ എത്രയായി? 13ആയി. അല്ലേ? ഓരോ സെക്കൻഡിലും 2 വെച്ച് കൂടും. അപ്പം 5ാമത്തെ സെക്കൻഡിൽ എന്താണ് നമുക്ക് കിട്ടിയത്? 13 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. ഇതേ സെയിം പ്രോബ്ലം തന്നെ നമുക്ക് ഫോർമുല വെച്ച് ചെയ്യാം. അതായത് സ്പീഡ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട്. V = U + AT. ഇതിൽ V എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5ാമത്തെ സെക്കൻഡിൽ കിട്ടുന്ന സ്പീഡ് 13. ഇതാണ് V എന്ന് പറഞ്ഞാൽ. ഓരോ സെക്കൻഡ് എത്രാമത്തെ സെക്കൻഡിലാണോ കിട്ടുന്ന സ്പീഡ്, ആ സ്പീഡാണ് V എന്ന് പറഞ്ഞാൽ. U എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിലുള്ള സ്പീഡ്, ഇനിഷ്യൽ സ്പീഡാണ് 3 മീറ്റർ പെർ സെക്കൻഡ്. A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്, ഓരോ സെക്കൻഡിലും കൂടുന്ന സ്പീഡ്. T എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ടൈം. നമ്മളിപ്പോൾ 5ാമത്തെ സെക്കൻഡിലാണ് കണ്ടുപിടിക്കേണ്ടത്, അതാണ് ടൈം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ, ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. സെയിം ആൻസർ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ഫോർമുല? V = U + AT എന്നാണ് ഫോർമുല. നമുക്ക് V കണ്ടുപിടിക്കാം. 5ാമത്തെ സെക്കൻഡിൽ നമുക്ക് 13 V കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ U എത്രയാണ്? സ്റ്റാർട്ടിങ് സ്പീഡ് അല്ലേ, അതായത് 3 പ്ലസ് A എത്രയാണ്? ഓരോ സെക്കൻഡിലും കൂടുന്ന സ്പീഡ്, അതായത് 2. ഇത് U, ഇത് A. ഇനി A × T ആണ്. 2 × ടൈം എത്രയാണ്? നമ്മൾ എത്രാമത്തെ സെക്കൻഡിലാണ് കണ്ടുപിടിക്കുന്നത്? 5ാമത്തെ സെക്കൻഡിൽ. നോക്കാം. 3 + 2 × 5 = 10, 13. അപ്പം ഇങ്ങനെ ഈ V എത്ര കിട്ടി? സെയിം ആൻസർ കിട്ടി നമുക്ക്. 13 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം. അപ്പം ഈ പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഇനിഷ്യൽ സ്പീഡും ചേഞ്ച് ഓഫ് സ്പീഡുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ, ഓരോ സെക്കൻഡിലുള്ള. അപ്പോൾ 1ാമത്തെ സെക്കൻഡിൽ എത്രയാണ് സ്പീഡ്? 5 തന്നിട്ടുണ്ട്. അതായത് V തന്നിട്ടുണ്ട്. എത്രയാണ്? 1ാമത്തെ സെക്കൻഡിലെ V ആണിത്, 5. 5ാമത്തെ സെക്കൻഡിലെ V ഏതാണ്? 5ാമത്തെ സെക്കൻഡിലെ V ഏതാണ്? 13 അല്ലേ. ഇത് രണ്ടും തന്നിട്ടുണ്ട്. നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന്റെ ഫോർമുല നോക്കാം. U + AT. ഇതിൽ U എന്താണ്? U തന്നെയാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇനിഷ്യൽ സ്പീഡ് U ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. പ്ലസ് A എന്താണ്? A തന്നെയാണെന്നാണ് അവർ പറഞ്ഞേക്കുന്നത് അല്ലേ. ഇനി T എന്താണ്? ആദ്യത്തേതിൽ 1 സെക്കൻഡ്. ഈക്വൽ ടു നമുക്ക് ആൻസർ തന്നിട്ടുണ്ട് അവർ എത്രയാണ്?
5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെ കിട്ടി? യു പ്ലസ് എ ഇൻറ്റു 1 എ ഈക്വൽ ടു 5 എന്ന് കിട്ടി. ഇത് ആദ്യത്തെ ഇക്വേഷൻ, ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. സെയിം അതുപോലെ തന്നെ യു പ്ലസ് എ ടി ഈക്വൽ ടു യു അത് തന്നെ പ്ലസ് എയും എന്താണ് എ തന്നെ ഇൻറ്റു ടൈം എത്രയാണ്? 5 ആണ് ഇവിടെ, 5 ഈക്വൽ ടു എത്രയാണ്? 5 സെക്കൻഡ്, അഞ്ചാമത്തെ സെക്കൻഡിലെ സ്പീഡ് എത്രയാണ്? 13. അപ്പം യു പ്ലസ് എ ഇൻറ്റു 5 5a ഈക്വൽ ടു 13 കിട്ടും. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും തമ്മിൽ എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അതായത് ഈ സെക്കൻഡ് ഇക്വേഷനിലാണ് വലിയ നമ്പർ ഉള്ളത്. അപ്പൊ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ ഇതിൽ രണ്ട് ടേമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, യുവും എയും കണ്ടുപിടിക്കാം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് മറ്റേത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് ചെയ്താൽ ഇത് യു മൈനസ് യു എന്നാവും. അപ്പൊ യു കട്ട് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് എ കണ്ടുപിടിക്കാം. അപ്പൊ നോക്കാം, സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ എന്താണ്? യു പ്ലസ് 5a ഈക്വൽ ടു 13. യു പ്ലസ് 5a ഈക്വൽ ടു 13. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? യു പ്ലസ് എ ഈക്വൽ ടു 5. യു പ്ലസ് എ ഈക്വൽ ടു 5. ഇത് നമുക്ക് മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ താഴത്തെ ഉള്ളതിൻ്റെ എല്ലാ സൈനും ചേഞ്ച് ചെയ്യണം. മൈനസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പ്ലസ് എല്ലാം മൈനസ് ആവും. ഈ പ്ലസ് യു എന്താവും? മൈനസ് യു ആവും. പ്ലസ് എ എന്താവും? മൈനസ് എ ആവും. പ്ലസ് 5 എന്താവും? മൈനസ് 5 ആവും. അപ്പോൾ ഈ യുവും മൈനസ് യുവും കട്ട് ചെയ്ത് പോയി, 0 ആയി. യു മൈനസ് യു 0. ഇനി 5a മൈനസ് 4a, സോറി 5a മൈനസ് എ എത്രയാണ്? 4a ഈക്വൽ ടു 13 മൈനസ് 5 എത്രയാണ്? 8. അപ്പോൾ എ ഈക്വൽ ടു 4 അപ്പുറത്തോട്ട് ഉണ്ടാവാം. അപ്പോൾ 8/4 എത്രയാണ്? 2. അപ്പോൾ എ എത്രയാണ് ഇവിടെ? 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ രണ്ട് ഇക്വേഷനിൽ ഏതെങ്കിലും ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? എ കിട്ടി, എന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? യു കിട്ടും അല്ലേ. അപ്പൊ യു പ്ലസ് എ ഈക്വൽ ടു എത്രയാണ്? 5 ആണ്. അതായത് യു പ്ലസ് എ എത്രയാണ്? 2 ഈക്വൽ ടു 5. യു ഈസ് ഈക്വൽ ടു 5 മൈനസ് 2 ഈക്വൽ ടു 3. അപ്പൊ എത്രയാണ് കിട്ടിയത്? 3 ആണ് കിട്ടിയത്. യു എത്രയാണ്? 3 ആണ്. 3 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നമുക്ക് ഇതിൽ യു 3 കിട്ടി, എ 2 കിട്ടി. അപ്പം ഇന്ന് നമ്മൾ പേജ് നമ്പർ 12, 13, 14 2 ഇക്വേഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ട് സാധനങ്ങളുടെ വില കണ്ടെത്തേണ്ട ചില പ്രോബ്ലംസ് നോക്കാം. ഇപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, the price of 2 pens and 3 notebooks is 110. The price of 2 pens and 5 notebooks is 170. Find the price of 1 pen and 1 notebook. അപ്പോൾ ആദ്യം നമ്മൾക്ക് ഇത് ഓൾജിബ്ര ഉപയോഗിക്കാതെ ചിന്തിച്ച് നോക്കാം, മെൻ്റൽ മാത്ത് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിലും പേനകളുടെ എണ്ണം ഒരുപോലെയാണ് അല്ലേ? അതായത് 2 pens 3 notebooks. ₹110. അതുപോലെ 2 pens 5 notebooks.
170. അപ്പോൾ ഇത് രണ്ടിലും എന്താണ്, പേനകളുടെ എണ്ണം സെയിം ആണ് അല്ലേ. ആകെ എന്താണ് മാറിയേക്കുന്നത്, നോട്ട്ബുക്ക് 3 എന്തായി 5 അല്ലേ. 3 നോട്ട്ബുക്കിൽ നിന്ന് 5 നോട്ട്ബുക്കിലോട്ടായി. അപ്പൊ എത്ര നോട്ട്ബുക്കാണ് കൂടിയത്, 2 നോട്ട്ബുക്ക് കൂടി. 2 നോട്ട്ബുക്സ് ആണ് ഇവിടെ കൂടിയത്. അപ്പൊ ഇത് വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 110 170 അതായത് 170 മൈനസ് 110 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 2 നോട്ട്ബുക്കിന്റെ വില കിട്ടും. 2 നോട്ട്ബുക്ക് കൂടിയപ്പോഴാണ് 110 എന്തായത് 170 ആയത്. എത്രയാണ്, 60. അപ്പൊ 2 നോട്ട്ബുക്കിന്റെ വില എത്രയാണ്, 60. അപ്പൊ ഒരു നോട്ട്ബുക്ക് എത്രയാണ്, 30 രൂപ അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പെന്നിന്റെ, അപ്പൊ നോട്ട്ബുക്കിന്റെ വില കിട്ടി 30 രൂപ. ഇനി പെന്നിന്റെ വില കണ്ടുപിടിക്കാം. അപ്പൊ ഒരു നോട്ട്ബുക്കിന് 30 രൂപയാണെങ്കിൽ 3 നോട്ട്ബുക്കിന് എത്ര രൂപയായിരിക്കും, 90 രൂപയായിരിക്കും അല്ലെ. രണ്ട് പെൻസ് പ്ലസ് 3 നോട്ട്ബുക്ക് അതായത് 90 രൂപ ഈക്വൽ ടു 110 രൂപ. അപ്പൊ 2 പെന്നിന്റെ എത്രയായിരിക്കും വില, 110 മൈനസ് 90. അപ്പൊ 2 പെൻ എത്രയാണ്, 20 രൂപ. അപ്പൊ ഒരു പെൻ എത്രയാണ്, 10 രൂപ. ഓക്കെ. അപ്പൊ ഇപ്പൊ നമുക്ക് പെന്നിന്റെ നോട്ട്ബുക്കിന്റെ വില കിട്ടി. നോട്ട്ബുക്കിന്റെ വില 30 രൂപ, പെന്നിന്റെ വില 10 രൂപ. അപ്പൊ ഇങ്ങനെയാണ് മെന്റൽ മാത്ത് വഴി ചെയ്യുന്നത്. അടുത്തത് നമുക്ക് ഓൾജിബ്ര മെത്തേഡ് വെച്ചിട്ട് ഈ സെയിം പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം പെന്നിന്റെ വില x നിർത്താം. നോട്ട്ബുക്കിന്റെ വില y എടുക്കാം അല്ലേ. ഇനി ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കണത്, 2 പെന്നും പിന്നെ 3 നോട്ട്ബുക്കും എത്ര രൂപയാണ്, 110 രൂപ. പിന്നെ 2 പെന്നും 5 നോട്ട്ബുക്കും 170 രൂപ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഈ പെന്നും നോട്ട്ബുക്കും എക്സും വൈ ആയിട്ട് എടുക്കുമ്പോൾ എന്ത് വരും, 2 പെൻ എന്ന് പറഞ്ഞാല് 2x പ്ലസ് 3 നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ y ആണ്. അപ്പൊ 3y ഈക്വൽ ടു എത്ര കിട്ടും, 110. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെ ഉണ്ടാക്കാം, അപ്പൊ ഇത് ഫസ്റ്റ് ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ 2 പെന്ന് അതായത് 2x പ്ലസ് 5 നോട്ട്ബുക്ക് അതായത് 5y ഈക്വൽ ടു എത്രയാണ്, 170. ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഇനി നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2x മൈനസ് 2x 0 ആയി പോകും. നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിൾ നമുക്ക് എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് കളയണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ പ്ലസ് ചെയ്യാം മൈനസ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്തത് എന്ത് ചെയ്യാം, 2 മൈനസ് 1 ചെയ്യാം. സെക്കൻഡ് ആണ് വലുത്, അതുകൊണ്ടിട്ട് നമുക്ക് 2 മൈനസ് 1 ചെയ്യാം. 1 മൈനസ് 2 ചെയ്താലും വിഷയമൊന്നുമില്ല, പക്ഷെ ഇവിടെ എന്താണ് നെഗറ്റീവ് വരും. അപ്പൊ ഈസി, വലുത് ഫസ്റ്റ് എഴുതുക, ചെറുത് സെക്കൻഡ് എഴുതുക. അപ്പൊ 2 മൈനസ് 1 ചെയ്യുമ്പോൾ എന്ത് വരും, 2x പ്ലസ് 5y ഈക്വൽ ടു 170. 2x പ്ലസ് 3y ഈക്വൽ ടു 110. ഇനി മൈനസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, താഴത്തുള്ളതിന്റെ സൈൻ ചേഞ്ച് ചെയ്യാം. ഇത് മൈനസ് 2x ആവും, ഇത് മൈനസ് 3y ആവും, പ്ലസ് 110 മൈനസ് 110 ആവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇവിടെ ബാക്കി y മാത്രമായി, x പോയി. അപ്പോൾ 5 മൈനസ് 3 2y ഈക്വൽ ടു 170 മൈനസ് 110 60. അപ്പോൾ y ഈസ് ഈക്വൽ ടു 60/2
കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 30. അപ്പോൾ വൈ എത്ര കിട്ടി? 30 കിട്ടി. വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നോട്ട്ബുക്കാണ് അല്ലേ? അപ്പോൾ നോട്ട്ബുക്കിൻ്റെ വില എത്ര കിട്ടി? 30 കിട്ടി. ഇനി നമുക്ക് ഈ വൈൻ്റെ വില കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് എക്സിൻ്റെ വില കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാം. 2x plus 3y equal to 110. 2x plus 3y, y എന്ന് പറഞ്ഞാൽ 30 ആണ്. 3 into 30 equal to 110. 2x plus ഇത് എത്ര കിട്ടും? 90 കിട്ടും. 110. 2x is equal to 110 minus 90 which is equal to 20. അപ്പോൾ 2x is equal to 20 കിട്ടി. അപ്പോൾ x is equal to 20/2 കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10 കിട്ടും. അപ്പോൾ x എത്ര കിട്ടി? 10 കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ഓൾജിബ്ര മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഈ സെയിം പ്രോബ്ലം ചെയ്യുന്നത്.